നമസ്കാരം. നമ്മൾ സർവീസ് ബോട്ട് വിട്ടിട്ടുണ്ടോ എന്ന് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതിയിൽ DA സംബന്ധിച്ചൊരു കേസ് വന്നു. അപ്പോൾ എന്താണ് കേസിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് ഇന്നലെ വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഒരു വിഷയം കൂടിയുണ്ട്. 5 ദിവസമാക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ 5 ദിവസമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. ഡിസംബർ 5-ന് അത് സംബന്ധിച്ചൊരു ഓൺലൈൻ മീറ്റിംഗ് സർവീസ് സംഘടനകളുമായിട്ട് സർക്കാർ വച്ചിട്ടുമുണ്ട്, ചീഫ് സെക്രട്ടറി. അപ്പോൾ അതിലൊരു ഫൈനൽ തീരുമാനം വരും. അപ്പോൾ DA സംബന്ധിച്ച് ഇന്നലെ കേസ് ഹൈക്കോടതി എടുത്തെങ്കിലും സർക്കാരിൻ്റെ അഭിഭാഷകൻ സമയം ചോദിച്ചു. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഡിസംബർ 1-ന് ഈ കാര്യങ്ങൾ പറയുമെങ്കിലും ഇങ്ങനെ സർക്കാർ സമയം ചോദിച്ചാൽ തീർച്ചയായിട്ടും നീട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഡിസംബർ 8-ലേക്കാണ് ഈ കേസ് നീട്ടിവച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ആളുകളും അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട കൃത്യമായി DA കിട്ടണം, 13% DA കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിൽ DA എത്ര കൊടുക്കാനുണ്ട്, പെൻഡിങ് എത്ര ഉണ്ടുള്ള എല്ലാ കണക്കുകളും സമർപ്പിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെ കണക്കുകൾ സമർപ്പിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് സമയം സർക്കാർ ചോദിച്ചത്. അങ്ങനെ തന്നെയാണ് സർക്കാരിന്റെ ഒരു ശൈലി, അങ്ങനെ തന്നെയാണ് സമയം ചോദിച്ചത്. അപ്പോൾ 8-ാം തീയതിയിലേക്കാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അത് മാറാൻ സാധ്യത കാണുന്നില്ല, കാരണം ഇപ്പൊ 2-3 പ്രാവശ്യമായി. അതുകൊണ്ട് 8-ാം തീയതിയിലേക്കാണ് DA കേസ് മാറിയിരിക്കുന്നത്. അതാണ് അതിനെ സംബന്ധിച്ചുള്ള വിശേഷം. രണ്ടാമത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത് 5 ദിവസമാക്കുന്നതിനെ സംബന്ധിച്ച് ആഴ്ചയിൽ ഇപ്പൊ 10 മണി മുതൽ 5 മണി വരെയാണ് ഇപ്പോഴത്തെ ഓഫീസ് സമയം. അത് 10:15, 5:15 ആണ് നഗരങ്ങളിലും, പിന്നെ 10:30 ഗ്രാമങ്ങളിൽ 10:30, 5:30 അങ്ങനെയൊക്കെ ഒരു കണക്കാണ് വെച്ച് പോകുന്നത്. കാരണം 15 മിനിറ്റ് ഗ്രേസ് ടൈം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കണക്കാണ്. 10-നാണെങ്കിൽ 10:15 മുമ്പേ കയറണം, പഞ്ചിങ് അങ്ങനെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ടാണ്. ചിലടത്ത് 10:30, ഇങ്ങനെ പല കണക്കിലാവും. എന്തായാലും അരമണിക്കൂർ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ 4:30 ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ലൈനിലാണ് പോകുന്നത്. അതിനെ ആഴ്ചയിൽ 5 ദിവസമാക്കിയതിനു ശേഷം 10:15 എന്നുള്ളത് 9:15 ആക്കുക, അല്ലെങ്കിൽ 9:30, 5:30 ആക്കുക, അല്ലെങ്കിൽ 9:15 5 എന്താ വെക്കുക 10:05 ആണല്ലോ ഇപ്പോൾ. അത് 9:15 6:15 പോകും. അത് 6:15 പോകും. അല്ലെങ്കിൽ ഒരു സമയം വരുന്നതെന്ന് പറഞ്ഞാൽ 9:30 പോകണമെങ്കിൽ അത് 6:30 പോകും. എന്തായാലും ഈ 5 അവസാനത്തെ ശനിയാഴ്ച കിട്ടേണ്ടുന്ന ദിവസങ്ങളിൽ കിട്ടേണ്ടുന്ന വർക്കിംഗ് ഡേയ്സിൽ കിട്ടേണ്ടുന്ന അത് ഇപ്പുറത്തേക്ക് മാറ്റും. 5 ദിവസത്തിലേക്ക് മാറ്റുമ്പോൾ സർക്കാർ പറയുന്നത് ഇലക്ട്രിസിറ്റി ലാഭിക്കാം, വാഹനത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാം റോഡിൽ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ആവശ്യമില്ലാതെ തുറക്കൂല, പിന്നെ കൂടുതൽ എഫിഷ്യൻസി കൂട്ടാം, ഉദ്യോഗസ്ഥരുടെ എഫിഷ്യൻസി കൂട്ടാം. 5 ദിവസം ജോലിക്ക് പോയാൽ 2 ദിവസം ലീവ് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതുകൊണ്ട് നല്ലതാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ സാമ്പത്തിക ചെലവ് ചുരുക്കലിന്റെയും കൂടി ഭാഗമാണത്. അതങ്ങനെ വന്നിട്ടുണ്ട്. സാമ്പത്തിക ചെലവ് ചുരുക്കുന്നതിന്റെ കറണ്ട് ചാർജ്, വെള്ളത്തിന്റെ ചാർജ്, വാഹനങ്ങളുടെ മൊബിലിറ്റി, മറ്റ് ക്ലീനിങ് സ്റ്റാഫ് പോലുള്ളവർ വരണ്ട. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഡെയിലി വേജസുകാർക്ക് വലിയൊരു അടി കിട്ടും. കാരണം ഡെയിലി വേജസ് ആയിട്ട് ആയിരക്കണക്കിന്, ചിലപ്പോൾ 1,00,000 വരുമോ എന്നറിയില്ല, അത്രയും ഡെയിലി വേജസുകാർ ഡ്രൈവർമാരായും അതുപോലെ തന്നെ പിയൂണുമാരായും അതുപോലെ തന്നെ കോൺട്രാക്ട് വ്യവസ്ഥയിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ടുമൊക്കെ 100 കണക്കിന് 1000 പേർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി നഷ്ടമാവും. കാരണം ശനിയാഴ്ച അവർക്ക് വരണ്ടല്ലോ. അപ്പൊ തൂക്കുന്നത് പാർട്ട് ടൈം സ്വീപ്പർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ ഫുൾ ടൈം സ്വീപ്പർ, ഈ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രോജക്റ്റുകളിലൊക്കെ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. തീർച്ചയായിട്ടും അവരെ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് ഗവൺമെന്റാണ് ആലോചിക്കേണ്ടത്. അങ്ങനെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് 5 ദിവസമാക്കുന്നത്. ഇപ്പുറത്ത് DA സംബന്ധിച്ചിടത്തോളം, വീണ്ടും നമ്മൾ DAയിലേക്ക് വരുന്നു. DA സംബന്ധിച്ചിടത്തോളം ഡിസംബർ 11-ന് ഇനി ഒരു ഉത്തരവിന്റെ കഥ കിടപ്പുണ്ട്. അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതും ചിലപ്പോൾ എന്താണ് നീളാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും ഞങ്ങളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് നമുക്ക് ഡിസംബർ അവസാനമോ ജനുവരിയോ, മിക്കവാറും ജനുവരി ആയിരിക്കും ഒരു പുതുവർഷ സമ്മാനം എന്നൊക്കെ നിലയിൽ ചിലപ്പോൾ ഒരു ഗഡു DA കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കി DA എല്ലാം കൂടി ശമ്പള പരിഷ്കരണം, വരാൻ പോകുന്ന ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകും. അത് കമ്മിറ്റി വയ്ക്കുന്നത് KR ജ്യോതിലാലിനെ IAS-നെയാണ് കമ്മിറ്റി വയ്ക്കുക എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിനെതിരെ അദ്ദേഹം കൃഷി വകുപ്പിലിരുന്നപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ല. ഞങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാശിയൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനും ശ്രീ KR ജ്യോതിലാൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നയമാണല്ലോ, KR ജ്യോതിലാൽ IAS-ന്റെ നയമല്ലല്ലോ നടപ്പിലാക്കുന്നത്, സർക്കാരിന്റെ നയമാണ്.
അതുപോലെ ഒരു കൂട്ടായ തീരുമാനമായിരിക്കും. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ നയങ്ങളാണ് കൂടുതൽ നടപ്പിലാക്കുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ നയങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇതൊക്കെ അറിയാൻ പറ്റും. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന അസോസിയേഷൻകാർക്കും ഡ്രാഫ്റ്റ് ചെയ്യുന്നവർക്കും KR ജ്യോതിലാൽ IAS അവർ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് രഹസ്യമായ നോട്ടുണ്ടാക്കി മന്ത്രി കൊണ്ട് കൊടുക്കത്തില്ലല്ലോ. അത് ജനറേറ്റ് ചെയ്യുന്ന താഴെ നിന്നായിരിക്കും, വിവിധ തലങ്ങളിൽ നിന്നായിരിക്കും. സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റിൽ എംപ്ലോയീസ് അസോസിയേഷൻകാർക്കും ഫിനാൻസിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും. മറ്റേ യൂണിയൻകാരറിയും, KGOക്കാരറിയും, എല്ലാവരും ഇത് അറിയും. അതൊക്കെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയും. അതുകൊണ്ട് അങ്ങനെ ഒരു സർക്കാർ വയ്ക്കുന്ന ഒരു ഏകാംഗ കമ്മീഷൻ വന്നിട്ട് ഇതെല്ലാം കൂടെ അട്ടിമറിച്ച് കളയും എന്നൊന്നുമില്ല. അതൊരു കമ്മിറ്റിയൊന്നും അല്ലല്ലോ, കമ്മീഷനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ആരെയും അവിശ്വസിക്കേണ്ട, IASനെ അവിശ്വസിക്കേണ്ട, ഗവൺമെന്റിനെ അവിശ്വസിക്കേണ്ട. എന്തായാലും DA കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റി വെക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ 3 വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും 3 വീഡിയോ ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഡിസംബർ 8-ന് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു വിധി വരാൻ സാധ്യതയുണ്ട്. അവിടെ അപ്പോൾ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞ കേസിൽ വെറുതെ മാറ്റിവെക്കുകയല്ല ചെയ്തത്. വാദം തുടങ്ങിയിട്ട് കോടതി പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ളതെന്ന് ചോദിക്കുകയും കണക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കണക്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. പക്ഷെ അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ വരുന്നുണ്ടല്ലോ, ആളുകൾ ചർച്ച ചെയ്യട്ടെ, അവരുടെ കമന്റിലൂടെ അവർ ചർച്ച ചെയ്യട്ടെ. പക്ഷെ എന്തായാലും സർക്കാർ ഇന്നലെ സർക്കാരിന്റെ അഭിഭാഷകൻ എടുത്തിരിക്കുന്ന നയം ഞങ്ങൾക്ക് സമയം വേണം, 7 ദിവസം കൂടി സമയം വേണം. കുറച്ച് നീട്ടിയാണ് സമയം ചോദിച്ചത്, പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. കോടതി 8-ാം തീയതി ഈ എല്ലാ ഡീറ്റെയിൽസും കൂടെ കൊണ്ട് എത്ര പേർക്ക് DA കൊടുക്കാനുണ്ട്, എത്ര കമ്മിറ്റ്മെന്റ് വരും, അത് എന്ന് കൊടുക്കും, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി കോടതിക്ക് അറിയണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 8-ാം തീയതി ഈ കേസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീണ്ടും നമ്മളെ കോർട്ടിൽ നിന്ന് ബാള് 1-ൽ നിന്ന് 8-ലേക്ക് പോവുകയാണ്. വളരെ നിസ്സാരമായിട്ടാണ് ഒരാഴ്ച നീണ്ടുപോയത്. ഇനി 11 ഒരു ഡേറ്റ് കിടപ്പുണ്ട്. ഈ തീയതികളിൽ തീരുമാനമായില്ല എങ്കിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഡയറക്ഷൻ വന്നാൽ അതിനനുസരിച്ച് നീങ്ങുമോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജനുവരിയിലേക്ക് DA കൊടുത്തുകൊണ്ടുള്ള പുതിയ തീരുമാനം വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.